അച്ഛൻ മകനെ ഉപദേശിച്ചു. മോനെ, നീ അച്ഛനെ പോലെ ഒരിക്കലും ആകരുത്. നീ പഠിച്ച് വലിയ ആളാവണം, വലിയ നിലയിലെത്തണം, നല്ല ഉയരങ്ങൾ കീഴടക്കണം, നല്ല നിലയിൽ ജീവിക്കണം. അച്ഛനൊക്കെ 8 മക്കളായിരുന്നു. ഏറ്റവും മൂത്തയാളായിരുന്നു അച്ഛൻ. ഞങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് അച്ഛനും അമ്മയും പെടാപ്പാട് പെടുന്നത് കണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് പഠിത്തം നിർത്തി അവരെ സഹായിക്കുവാനായിട്ട് അധ്വാനിക്കാൻ ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് നിൻ്റെ കൊച്ചച്ചന്മാരൊക്കെ ഇന്നൊരു നിലയിലെത്തി. നിൻ്റെ അപ്പച്ചിമാരെയൊക്കെ വിവാഹം ചെയ്തു വിടാനും സാധിച്ചു. അന്നത്തെ സാഹചര്യമല്ല ഇന്ന്. മോന് ഒരു കുറവുമില്ല, മോനും പെങ്ങൾക്കും ഒരു കുറവുമില്ല. അതുകൊണ്ട് മോൻ പഠിച്ച് വലിയ നിലയിലെത്തണം. ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അച്ഛൻ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കില്ല. അതുകൊണ്ട് മോനും അതൊന്നും ഉപയോഗിക്കരുത്. ആരൊക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചാലും മോൻ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് മാറി നല്ലപോലെ പഠിച്ച് നല്ല നിലയിൽ എത്തണം. ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ മോൻ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. മകനെല്ലാം മൂളിക്കേട്ടു. വർഷങ്ങൾ കഴിഞ്ഞു. ആ അച്ഛൻ മരിച്ചുപോയി. അന്നത്തെ മകൻ ഇന്ന് ഒരച്ഛനാണ്. ആ അച്ഛൻ്റെ മകനെ ഉപദേശിക്കുകയാണ്, മോനെ, നീ ഒരിക്കലും അച്ഛനെപ്പോലെ ആകരുത്. നന്നായി പഠിക്കണം, പഠിച്ച് വലിയ നിലയിലെത്തണം. ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഒന്നും നീ ഉപയോഗിക്കരുത്. അന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതനുസരിക്കാൻ ഞാൻ കൂട്ടാക്കിയില്ല. എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ജീവിച്ചു. പഠിക്കാൻ കൂട്ടാക്കിയില്ല, കൂട്ടുകൂടി. ഉപയോഗിക്കാൻ പറ്റാവുന്ന അത്രയും ലഹരി പദാർത്ഥങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ജോലിയെടുക്കാൻ ആരോഗ്യമില്ലാതെ ഒരു രോഗിയായി എനിക്ക് ഈ കട്ടിലിൽ കിടക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എൻ്റെ മോൻ ഒരിക്കലും അച്ഛനെപ്പോലെ ആകരുത്. നന്നായി പഠിച്ച് വലിയ നിലയിലെത്തണം. അമ്മയെയും പെങ്ങളെയും മോൻ പൊന്നുപോലെ നോക്കണം. നിങ്ങളുടെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഇന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ലഹരി പദാർത്ഥങ്ങളൊന്നും അച്ഛനെപ്പോലെ മോൻ ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഇന്ന് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ വിറ്റഴിക്കുന്നത്. സ്കൂൾ കുട്ടികളെ വലയിലാക്കി അവർ വഴി മറ്റുള്ള അവരുടെ കൂട്ടുകാരെയും വലയിലാക്കി ലഹരി പദാർത്ഥങ്ങൾ വലിയ രീതിയിൽ സ്കൂളുകൾ തോറും വിറ്റഴിക്കുന്നു. മിഠായിയുടെ രൂപത്തിലും സ്റ്റാമ്പിൻ്റെ രൂപത്തിലും വായിൽ ഇട്ട് അലിപ്പിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ പല പല രൂപത്തിൽ ഇന്ന് ലഹരി പദാർത്ഥങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിറ്റഴിക്കപ്പെട്ടു വരുന്നുണ്ട്. മോൻ ഒരിക്കലും അതിലൊന്നും ചെന്ന് പെടരുത്. മോൻ പഠിച്ച് വലിയ ആളാവണം. അമ്മയെയും പെങ്ങളെയും പൊന്നുപോലെ നോക്കണം. മോൻ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറണം. ആ മോൻ അതെല്ലാം മൂളിക്കെട്ടു. ഈ ഒരു പ്രക്രിയ അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിന് ഒരവസാനമില്ല. നാളെ ആ മകനും ആ മകൻ്റെ മകനെ ഇതുപോലെ ഉപദേശിക്കും. മനുഷ്യനുള്ള കാലത്തോളം ഈ ഉപദേശം തുടർന്നുകൊണ്ടേയിരിക്കും.